ഈ ഒരു സ്ഥലത്ത് വന്നാൽ 30-ലധികം ഇതുപോലുള്ള മനോഹരമായുള്ള വ്യൂ പോയിന്റുകൾ കാണാം. ഏഷ്യയിൽ തന്നെ വെഹിക്കിൾ ബാൻ ചെയ്തിട്ടുള്ള ഒരേ ഒരു സ്ഥലം അതാണ് മഥേരാൻ. വാ, കാണിച്ചു തരാം. മാഥേരാനിലേക്ക് നിങ്ങൾ എവിടുന്ന് വരികയാണെങ്കിലും മഹാരാഷ്ട്രയിലെ പൻവേൽ അല്ലെങ്കിൽ കല്യാൺ ജംഗ്ഷനിൽ വന്നിറങ്ങി അവിടെ നിന്ന് ഒരു ലോക്കൽ ട്രെയിൻ എടുത്ത് നെരാൾ സ്റ്റേഷനിൽ എത്തണം. ഇവിടെ നിന്ന് ഒരാൾക്ക് 100 രൂപ കൊടുത്താൽ ഷെയർ ടാക്സിയിൽ മഥേരാൻ എൻട്രൻസ് പോയിന്റ് വരെ എത്താം. ഇവിടേക്ക് 50 രൂപയാണ് എൻട്രൻസ് ഫീ ആയി വരുന്നത്. അതെടുത്ത് ഇവിടുന്ന് മഥേരാനിലേക്ക് കുതിരപ്പുറത്തോ ഈ ഓട്ടോ വഴിയോ ടോയ് ട്രെയിനിലോ നടന്നോ പോകാം. ടോയ് ട്രെയിൻ എടുത്താൽ ഈ കാണുന്ന പോലെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. മഥേരാനിൽ 38 വ്യൂ പോയിന്റുകൾ ഉണ്ട്. അതിൽ തന്നെ വാട്ടർഫോൾ, ലേക്ക്, സൺസെറ്റ് വ്യൂ, മൗണ്ടൻ വ്യൂ അങ്ങനെ തുടങ്ങി ഒരുപാട് കാണാനുണ്ട്. ഓരോന്നും ഒന്നിനൊന്നും മെച്ചം. എല്ലാ വ്യൂ പോയിന്റിലേക്കുള്ള റൂട്ടും നടക്കുന്ന വഴികളിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അതും നോക്കി നല്ല മനോഹരമായുള്ള സ്ഥലങ്ങളിലൂടെ ഇതുപോലെ നടന്നു കാണാം. അതിൽ തന്നെ ലൂസിയ പോയിന്റ്, മങ്കി പോയിന്റ് ഇതെല്ലാം വേറെ ലെവലാണ്. കഴിയുന്നതും മഴക്കാലത്ത് വരാൻ ശ്രമിക്കുക. അതൊരു വേറെ എക്സ്പീരിയൻസ് ആണ്. അതും വർക്കിംഗ് ഡേയ്സിൽ വന്നാൽ തിരക്കും കുറവായിരിക്കും. എല്ലാം കുറഞ്ഞ എമൗണ്ടിന് കിട്ടുകയും ചെയ്യും. ഏഷ്യയിൽ തന്നെ മോട്ടോർ വെഹിക്കിൾ ബാൻ ചെയ്ത ഒരേ ഒരു ഹിൽ സ്റ്റേഷനാണ് മഥേരാൻ. അതുകൊണ്ട് തന്നെ പൊല്യൂഷനോ വണ്ടികളുടെ സൗണ്ടോ ഒന്നുമില്ല. സമാധാനം മാത്രം. കാടും കോടയും പ്രകൃതിയുടെ ഭംഗിയും തണുപ്പും എല്ലാം അനുഭവിക്കാൻ പറ്റുന്ന ഒരു പീസ്ഫുൾ പ്ലേസ് ആണ് മഥേരാൻ എന്ന് പറയാം. എങ്ങനെയുണ്ട്? കിടിലൻ പ്ലേസ് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. അപ്പൊ ഇങ്ങോട്ട് എങ്ങനെ വരണം എന്നുള്ള മറ്റു ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ എനിക്ക് മെസ്സേജ് ആയിട്ട് അയച്ചുതരാം. അപ്പോൾ ഓക്കെ, ബൈ.